സപ്പോർട്ടും സ്നേഹവും നന്മയും ഒന്നും കിട്ടണ്ട. ആക്രമണങ്ങൾ കുറച്ചുകൂടെ. ഇപ്പോൾ ആലപ്പുഴ ബീച്ചിൽ ഫെസ്റ്റ് നടക്കണം. പ്രത്യേകിച്ചും പുറത്തുനിന്നൊക്കെ ആൾക്കാർ വരുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ആക്ടിവിറ്റീസിന് അല്ലെങ്കിൽ ഒരാളെങ്കിൽ ഒരാൾ രണ്ടുപേർ ഇറങ്ങുമെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിച്ചിട്ടും മാക്സിമം ഉപദ്രവം കുറച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് ആകെ റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. കഴിഞ്ഞ ദിവസം ആലപ്പുഴ മുല്ലക്കൽ ചെറുപ്പിന് ഫാമിലി ആയിട്ടൊക്കെ പോയിട്ടാലും അവിടുന്ന് ഇവിടുന്ന് നോക്കി ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. ഇത് അവനല്ലേടാ, ഇത് മറ്റവനല്ലേടാ, ഇത് പ്രശ്നമല്ലേ, പ്രശ്നക്കാരനല്ലേ, പ്രശ്നമില്ല, പച്ചവടല്ലേ, അവന് വേറെ പണിയില്ലാഞ്ഞിട്ട് അവന് ബീച്ചിലൊക്കെ പോയിട്ട് സിറിഞ്ചെല്ലാം എടുക്കുന്നത്. ഇപ്പോൾ ഇത് കളക്ട് ചെയ്ത് തിരിച്ചു പോകുമ്പോഴായാലും ആൾക്കാരുടെ നോട്ടവും ചിരിയും കളിയാക്കലും എല്ലാം വേറെ ലെവലിൽ തന്നെ ആയിരിക്കും. നമ്മുടെ മുഖത്ത് നോക്കിയിട്ടാണ് ഇവനൊക്കെ നമ്മൾ വേറെ പേരൊക്കെ വിളിക്കുന്നത്. കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് കൈത്തരിപ്പ് ഒരു മനുഷ്യനല്ലേ, പക്ഷേ ഇടി ഉണ്ടാക്കാൻ വയ്യാത്തതുകൊണ്ട്, ഇടി കൊള്ളാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ മിണ്ടാതെ പോകണം, നമ്മുടെ കാര്യം നോക്കി പോകണം. നമ്മളിപ്പോൾ ഒരു പ്രശ്നത്തിൽ പെട്ട് തീരാനുള്ളതല്ല, നമുക്കിവിടെ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടാണ് നമ്മൾ പ്രശ്നങ്ങളൊന്നും പോയി ഇടപെടാത്തത്. പ്രശ്നേഷേ, നീ വിഷമിക്കാതിരിക്കും. നിന്റെ ചില കൊണയടി വർത്താനം കൊണ്ടാണ് ആൾക്കാർ പ്രതികരിക്കുന്നത്, അല്ല വേറൊന്നല്ല. പിന്നെ ഇവനെങ്ങനെ കുറ്റപ്പെടുത്തുന്നവരോട് എനിക്ക് പറയല്ലാതെ ഉപദ്രവിക്കാതിരിക്കുക. അവ അവന്റെ ജോലികൾ ചെയ്യുന്നു, നമ്മളെ കൊണ്ട് പറ്റാത്തത് അവൻ ചെയ്യുന്നില്ല, അതന്നെ അംഗീകരിക്കുക. പക്ഷെ കൊണയടി ഒഴിവാക്കുക. അധികമായാൽ വൃത്തി അമൃതം വിഷം, അത്ര എനിക്ക്